നമ്മളിന്ന് കണ്ണൂരിലുള്ള പ്രേമ കഫേയിലേക്ക് വീണ്ടും ഒന്ന് പോകാൻ കാരണം നമ്മൾ ലാസ്റ്റ് ടൈം പോയ സമയത്ത് നമുക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് അല്ല ഉണ്ടായിരുന്നത്. ഞാനതൊരു വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോസ്റ്റിന് താഴെ ഈ ഹോട്ടലിന് വേണ്ടപ്പെട്ട ആൾക്കാർ വന്നിട്ട് കമൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അവരെ വന്ന വീഴ്ചയാണ്, തെറ്റുപറ്റിപ്പോയതാണ്, ഇങ്ങനെ ഉണ്ടാവാറില്ല, അന്നത്തെ ദിവസം അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊന്ന് റാൻഡംലി പോയിട്ട് ചെക്ക് ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടായിരുന്നു നമ്മളിപ്പോൾ ഇത്ര ദിവസത്തിന് ശേഷം നമ്മൾ പോകുന്നത്. പിന്നെ ഈ വീഡിയോൻ്റെ കമൻസിൽ വന്നിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നേരിട്ട് പറഞ്ഞാൽ പോരെ, ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഓരോരുത്തരുടെയും ചോയ്സ് ആണെന്ന് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ സെക്കൻഡ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പോയ സമയത്ത് വലിയ തിരക്കില്ല. പക്ഷേ അന്നത്തെ ദിവസം അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് വിളമ്പാൻ തന്നവർ ആ സമയത്ത് നമ്മൾ കണ്ടെന്നല്ലാണ്ട് പിന്നെ അവരെ കാണാൻ കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ അതേ സമയത്ത് ഈ പ്രേമ കഫേയിൽ പോയ ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും എത്ര സ്പേസാണ് അവിടെ ഉള്ളത്. നമ്മൾ ബില്ലിംഗ് കൗണ്ടറിൽ പോയ സമയത്ത് തന്നെ അന്നത്തെ ദിവസം നല്ല തിരക്കുള്ളതുകൊണ്ട് ബില്ലിംഗ് കൗണ്ടറിൽ കുറേ നേരം എടുത്തിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇന്നത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയാണ്. അന്നും ഞാനത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ആഡ് ചെയ്യേണ്ട കാര്യം, നമുക്ക് പീസിൻ്റെ കാര്യത്തിൽ കറക്റ്റായിട്ട് നമുക്ക് വലിയ പീസ് 2 പീസ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു മിസ്റ്റേക്കും അതിനകത്ത് വന്നിട്ടില്ല. നല്ല ടേസ്റ്റുള്ള ബിരിയാണി അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രേമ കഫേയിലേക്ക് പോകാം.